ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വൈറ്റി സ്റ്റുഡിയോ എങ്ങനെ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യാം എന്നതിനെ പറ്റിയും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് വ്യൂസുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്ന പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോസ് ഇടുന്നവരും ലൈവ് സ്ട്രീം ചെയ്യുന്നതിൻ്റെയും വ്യൂസുമായി ബന്ധപ്പെട്ട അപ്ഡേഷനാണ്. ഈ ഒരു അപ്ഡേഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ക്രിയേറ്റേഴ്സായി നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ലാത്ത ഒരു അപ്ഡേഷനാണ്. കാരണം ഷോർട്ട് വീഡിയോസിൽ നേരത്തെ തന്നെ ഈ ഒരു അപ്ഡേഷൻ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ലോങ് വീഡിയോയിലും വ്യൂസുമായി ബന്ധപ്പെട്ട് ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ചാനലിലെ ഷോർട്ട് വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്ന വ്യൂസ് അല്ല മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നത്. അത് അനലിറ്റിക്സിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാണിക്കുന്ന എൻഗേജ്മെന്റ് വ്യൂസ് ആയിരുന്നു നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നതും. അതുപോലെ നമുക്ക് ആ ഒരു വ്യൂസിൽ നിന്ന് മാത്രമാണ് ഏണിങ്സ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതേ ഒരു പാറ്റേൺ ആണ് യൂട്യൂബ് ലോങ് വീഡിയോസിലും ലൈവ് സ്ട്രീമിലും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഇനി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസും ലൈവ് സ്ട്രീമും മറ്റൊരാളുടെ ഹോം പേജിലേക്ക് എത്തുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വ്യൂ ആയിട്ട് കണക്കാക്കും. മുന്നേ 30 സെക്കൻഡ് വരെ ആ ഒരു വീഡിയോ അവർ വാച്ച് ചെയ്താൽ മാത്രമേ ഒരു വ്യൂ ആയിട്ട് കണക്കാക്കുമായിരുന്നുള്ളൂ. സത്യത്തിൽ പറഞ്ഞാൽ ഇത് നമുക്ക്, അതായത് മറ്റൊരാളുടെ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഒരു ഇംപ്രഷൻ കിട്ടും, നമുക്ക് ഇത്രയും വ്യൂസ് കിട്ടി എന്ന് ഒരു ഇംപ്രഷൻ കിട്ടുന്നതിലപ്പുറം ഇതുകൊണ്ട് നമുക്ക് വേറെ യാതൊരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ പറയുന്നതിന് കാരണം, ഇപ്പോൾ നമ്മൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് മറ്റൊരാളുടെ ഹോം പേജിലേക്ക് എത്തുന്ന സമയത്ത് അവർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ലോങ് വീഡിയോ എത്ര ദൂരമാണ് വാച്ച് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മുടെ വാച്ച് ടൈം കണക്കാക്കുന്നത്. ജസ്റ്റ് അവരൊന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. അതുപോലെ തന്നെയാണ് ലൈവ് സ്ട്രീമിന്റെ കാര്യം. ഇപ്പൊ നമ്മൾ ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്നു, അത് മറ്റൊരാളുടെ ഹോം പേജിലേക്ക് എത്തുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം അവർ സ്ക്രോൾ ചെയ്ത് പോയി. നമ്മുടെ ലൈവ് സ്ട്രീം എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വ്യൂസ് കാണിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മുടെ ലൈവ് സ്ട്രീമിൽ അവർ എത്ര ദൂരം വാച്ച് ചെയ്തു, എത്ര ദൂരം ഇരിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ലൈവ് സ്ട്രീമിന്റെ വാച്ച് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേഷൻ വലിയ പ്രയോജനം ഇല്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് വാച്ച് അവർ കിട്ടില്ല. മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് വാച്ച് അവർ ലോങ് വീഡിയോസിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എത്ര ദൂരം കാണുന്നു എന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഒരു ലോങ് വീഡിയോസിലൂടെ ആയിരുന്നാലും ലൈവ് സ്ട്രീമിലൂടെ ആയിരുന്നാലും നമുക്ക് വാച്ച് അവർ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു അപ്ഡേഷൻ കൊണ്ട് ചെറിയൊരു ഉപകാരമുള്ളത് മോണിറ്റൈസ്ഡ് ആയ ചാനൽസിനാണ്. കാരണം ഇന്നൊരു 7-8 മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അതിൽ കാണിക്കുന്നത് പരസ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വ്യൂവർ എന്താണ് ആ ഒരു വീഡിയോയിൽ ഉള്ളത് എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി കാണും. അപ്പോൾ അവർ ആ ഒരു പരസ്യം വരെ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഏണിങ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നതിലപ്പുറം നമുക്ക് മോണിറ്റൈസ്ഡ് ആകാത്തവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. വെറുതെ നമുക്ക് ഒരുപാട് വ്യൂസ് കാണിക്കും എന്നതിലപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വ്യൂസ് കാണും, അതുകൊണ്ട് എനിക്ക് ഒത്തിരി വാച്ച് അവർ ലഭിക്കും, അതുകൊണ്ട് ആഴ്ചയിൽ 2 വീഡിയോസോ അല്ലെങ്കിൽ ഒരു വീഡിയോസൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പുതിയ ക്രൈറ്റീരിയ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ ക്രൈറ്റീരിയ 2027 ഫെബ്രുവരി 1 മുന്നേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് വൈറ്റി സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടത് എന്നാണ്. ഇതിനെപ്പറ്റി 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത്, ഒരു സൈറ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഇനി പുതിയ രീതിയിൽ എങ്ങനെയാണ് വൈറ്റി സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി ഞാനിവിടെ കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ സ്റ്റുഡിയോ യൂട്യൂബ് കോം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.
അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഞാനിവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എഴുതണം. സ്റ്റുഡിയോ യൂട്യൂബ് കോം ലോഗിൻ എന്നാണ്, അവിടെ ഡോട്ട് ഒന്നുമില്ല. അങ്ങനെ എഴുതി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ മുകളിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഭാഗത്ത് യൂട്യൂബ് ഹെൽപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ തൊട്ട് താഴെയായിട്ട് യൂട്യൂബ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിന് താഴെയായിട്ട് മറ്റൊരു ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഇവിടെ യൂട്യൂബ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ലോഡിംഗ് എടുക്കും. അതിനുശേഷം നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പുതിയ രീതിയിൽ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടത്. ഒരുപാട് പേര് ഡെയിലി ഇങ്ങനെ കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പുതിയ അപ്ഡേഷന്റെ വീഡിയോയിൽ കൂടെ ഈ ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയില്ല എങ്കിൽ എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.